Hello dear students, today we are going to discuss the remaining paragraphs of the letters from the mothers of Nanjambaram to the Supreme Court by M.A. Rahman. Okay, let's start. In 2000, when the court temporarily banned endosulfan, the excess pesticide which remained in the plantation corporation godowns of Kasargod were not kept aside with adequate security measures or rendered ineffective. Instead, in some places, it was buried in the earth, a deliberate concealment of the material fact which shocks us. In 2002, we went to Nanjambaram to shoot the documentary A Paradise for the Dying. The hill is called Minjipadav in Kannada. Here we met Achyutan Miniani, a plantation laborer who mixed endosulfan for 10 years and has lost his health completely. His revelations may be summarized thus. When endosulfan was banned, the excess pesticide which remained was buried in Nanjambaram. A laborer named Subbayya Maniyani buried it. He is dead now. Now let's explain. In 2000, when the court temporarily banned endosulfan, the excess pesticide which remained in the plantation corporation godowns of Kasargod were not kept aside with adequate security measures or rendered ineffective. ഇൻ 2000 കൂടി അല്ലെങ്കിൽ 2000 ആണ്ടിൽ എൻഡോസൾഫാൻ്റെ ആ ഒരു ഉപയോഗം താൽക്കാലികമായി ബാൻ ചെയ്തു, റെസ്ട്രിക്റ്റഡ് ആക്കി നിർത്തിവെച്ചു. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരു സംഭവം നിർത്തലാക്കുന്ന സമയത്ത് ആ ഒരു സാധനങ്ങളൊക്കെ അവിടെ റിമൈനിങ് ആയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ എന്ത് സംഭവങ്ങളായാലും പെട്ടെന്ന് നമ്മളൊരു പെസ്റ്റിസൈഡ് ഇത് ഇന്ന് മുതൽ നിരോധിക്കണം പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകളിൽ അത് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ടിക്ടോക്കൊക്കെ അല്ലേ, ടിക്ടോക്കൊക്കെ ഇപ്പം ഇന്നലെ നമുക്ക് ബാൻ ചെയ്തതാണ്. ടിക്ടോക്ക്, യൂസി ബ്രൗസർ, ക്യാം സ്കാനർ. അപ്പം നമ്മളതിൽ എന്തുണ്ട് അതൊക്കെ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അതുപോലെയല്ല, ഏതായാലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം. അപ്പോൾ അത് അവിടെ എക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ ബാക്കിയുള്ളത് ആ ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൗണിൽ, കാസർഗോഡിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൗണിൽ ബാക്കി വരുന്ന എൻഡോസൾഫാൻ ഉണ്ട്. അതെന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്, വേർ നോട്ട് കെപ്റ്റ് അസൈഡ് വിത്ത് അഡിക്വേറ്റ് സെക്യൂരിറ്റി. അത് നല്ല സെക്യൂരിറ്റിയോട് കൂടി എടുത്തു വെക്കണമായിരുന്നു, പക്ഷെ അതവർ ചെയ്തില്ല. അവർ നോട്ട് കെപ്റ്റ് അസൈഡ് വിത്ത് അഡിക്വേറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഓർ റെൻഡേഡ് ഇനഫക്റ്റീവ്. അത് നശിപ്പിക്കുകയും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഒന്നുകിൽ അത് നശിച്ചു തളയണമായിരുന്നു, അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ട് മാറ്റി വെക്കണമായിരുന്നു. അത് രണ്ടും അവർ ചെയ്തില്ല. പക്ഷെ അവരെന്താ ചെയ്തത്? ഇൻസ്റ്റഡ് ഇൻ സം പ്ലേസസ് ഇറ്റ് വാസ് ബറീഡ് ഇൻ ദ എർത്ത്. അതവർ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. അത് സുരക്ഷിതമായി മാറ്റിവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ടതിന് പകരം ഇൻസ്റ്റഡ് ഇൻ സം പ്ലേസസ് ഇറ്റ് വാസ് ബറീഡ് ഇൻ ദ എർത്ത്. അതവർ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. എ ഡെലിബറേറ്റ് കൺസീൽമെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽ ഫാക്ട് വിച്ച് ഷോക്സ് അസ്. മനഃപൂർവ്വമുള്ള ഈ ഒരു കൺസീൽമെൻറ്റ്, ഈ ഒരു മറച്ചു വെക്കൽ, മനഃപൂർവ്വം ഒരു മണ്ണിൽ കുഴിച്ചിട്ടതാണ് ഈ ഒരു മറച്ചു വെക്കൽ. അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ അത് മറച്ചു വെച്ചു അല്ലേ. ആ ഒരു മറച്ചു വെക്കൽ നമ്മെ വളരെയധികം ഷോക്കാക്കി. ഇൻ 2002 വി വെൻറ്റ് ടു നെഞ്ചമ്പറം ടു ഷൂട്ട് ദ ഡോക്യുമെൻ്ററി എ പാരഡൈസ് ഫോർ ദ ഡൈങ്. ഞങ്ങൾ 2002 നെഞ്ചമ്പറമ്പിലേക്ക് ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പോയ സമയത്ത് ആ ഡോക്യുമെൻ്ററിയുടെ പേരാണ് എ പാരഡൈസ് ഫോർ ദ ഡൈങ്. പാരഡൈസ് ഫോർ ദ ഡൈങ് എന്ന മരിക്കുന്നവരുടെ സ്വർഗം എന്ന ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നെഞ്ചമ്പറമ്പിലേക്ക് പോയ സമയത്ത് ആ ഹില്ലിൻ്റെ, ആ നെഞ്ചമ്പറമ്പ് ഒരു ഹില്ലി ഏരിയയിലാണെന്ന് പറഞ്ഞല്ലോ, ആ ഹില്ലിൻ്റെ പേര് മിഞ്ചിപ്പടവ് എന്നാണ്. കന്നഡ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു കുന്നിൻ്റെ പേര് മിഞ്ചിപ്പടവ്. ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഹിയർ വി മെറ്റ് അച്യുതൻ മണിയാണി, എ പ്ലാന്റേഷൻ ലാബറർ ഹൂ മിക്സ്ഡ് എൻഡോസൾഫാൻ ഫോർ 10 years. അവിടെ ഞങ്ങൾ ആ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു അച്യുതൻ മണിയാണി എന്നൊരാളെ. അയാൾക്ക് ജോലി എന്തായിരുന്നു? 10 വർഷത്തോളം അയാളുടെ ജോലി എൻഡോസൾഫാൻ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ പ്ലാന്റേഷൻ ലാബറിൻ്റെ, ആ ഒരു തൊഴിലാളിയുടെ ജോലി.
10 വർഷത്തോളമായിട്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ലോസ്റ്റ് ഹിസ് ഹെൽത്ത് കംപ്ലീറ്റ്ലി. അയാളുടെ ഫുൾ ആരോഗ്യവും ആ ഒരു സംഭവം ചെയ്തതോടുകൂടി, ആ ഒരു ജോബ് അയാൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫുൾ ഹെൽത്തും അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഹിസ് റിവലേഷൻസ് മേ ബി സമ്മറൈസ്ഡ് ദസ്. അങ്ങനെ അയാളടുത്ത് ഇവർ കാണുകയാണ്. ഇവർ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അയാളെ മീറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അയാളോട് അവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ, ഇവിടെ എന്താണ് ആക്ച്വലി, ഇവിടെ എന്താണ് നടന്നത്, എൻഡോസൾഫാൻ നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇയാൾ ഇതിനോട് എതിർപ്പോട് കൂടി തന്നെ ഇയാൾ പറയാണ്, വെൻ എൻഡോസൾഫാൻ വാസ് ബാൻഡ് ദ എക്സസ് പെസ്റ്റിസൈഡ് വിച്ച് റിമൈൻഡ് വാസ് ബറീഡ് ഇൻ നെഞ്ചമ്പറമ്പ്. ഈ എൻഡോസൾഫാൻ കംപ്ലീറ്റ് ഈ ബാൻ ചെയ്ത സമയത്ത് എക്സസ് പെസ്റ്റിസൈഡ്, ഏറെ വരുന്ന എക്സസ്സായി വരുന്ന പെസ്റ്റിസൈഡ് വിച്ച് റിമൈൻഡ് വാസ് ബറീഡ് ഇൻ നെഞ്ചമ്പറമ്പ്, അത് നെഞ്ചമ്പറമ്പിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. ആ അച്യുതൻ മിനിയാണിയുടെ വാക്കുകൾ, ആ ഒരു കോഡ്സാണ് കേട്ടോ അത്. അച്യുതൻ മിനിയാണി പറഞ്ഞ അതേ കോഡ്സാണ് നമ്മൾക്ക് ഈ എടുത്ത് കാണിച്ചിരിക്കുന്നത്. റിമൈൻഡ് വാസ് ബറീഡ് ഇൻ നെഞ്ചമ്പറമ്പ്. എ ലാബറർ നെയ്മഡ് സുബ്ബയ്യ മണിയാണി ബറീഡ് ഇറ്റ്. ഇതാരാണ് ഈ എക്സസ് വരുന്ന എൻഡോസൾഫാനൊക്കെ ആരാണ് കുഴിച്ചു മൂടിയത്? സുബ്ബയ്യ മണിയാണി എന്ന് പറഞ്ഞൊരു ലാബററാണ് ഇതൊക്കെ ചെയ്തത്. അയാളിപ്പോൾ എന്തു ചെയ്യും? അയാളിപ്പം ജീവിച്ചിരിക്കുന്നില്ല, അയാൾ മരിച്ചുപോയി. When we were about to approach the dead Subbayya Maniani's house with our filming equipment, the plantation laborers who were clearing the land stopped us. They even threatened to chop off our legs if we ventured even a step ahead. All these scenes are part of visuals of that documentary. Achyutan Maniani's revelation is proof that the endosulfan was buried in Nanjambaram. This explains why such malformed children are born here even after aerial spraying of endosulfan was stopped. The residue of endosulfan, what else? When we were about to approach the dead Subbayya Maniani's house, അങ്ങനെ ഇവർ ഈ ഒരു ഫിലിമിൻ്റെ ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നെഞ്ചമ്പറമ്പിൽ പോയ സമയത്ത് അച്യുതൻ മണിയാണി ആ ഒരു എൻഡോസൾഫാൻ മിക്സ് ചെയ്യണ ഒരു ലാബറെ കണ്ടു. അയാൾ പറഞ്ഞു അയാളെ ഹെൽത്തൊക്കെ ഇപ്പം എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്, ആരോഗ്യം ഇല്ലാതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുത്തു, ഇവിടെ എക്സസ് വരുന്ന എൻഡോസൾഫാൻ നെഞ്ചമ്പറമ്പിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്, ആ ഒരു ജോലി ചെയ്തിരുന്നത് സുബ്ബയ്യ മണിയാണി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? സുബ്ബയ്യ മണിയാണിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഇവർ അപ്രോച്ച് ചെയ്തു. അവർ എബൌട്ട് ടു അപ്രോച്ച്, എത്താനായ സമയത്ത് ഡെഡ് സുബ്ബയ്യ മണിയാണീസ് ഹൗസ് വിത്ത് അവർ ഫിലിമിങ് എക്യുപ്മെൻറ്റ്, അവരുടെ ആ ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എടുത്തിട്ട് ഇവർ ആ സുബ്ബയ്യ മണിയാടെ വീട്ടിലേക്ക് നടന്നടുക്കുന്ന സമയത്ത് ദ പ്ലാന്റേഷൻ ലാബറേഴ്സ് ഹു വർ ക്ലിയറിംഗ് ദ ലാൻഡ് സ്റ്റോപ്പ്ഡ് us. അവിടെ ആരുണ്ടായിരുന്നു? കാട് വെട്ടിത്തെളിക്കുന്ന കുറച്ച് ലാബറേഴ്സ്, കുറച്ച് ജോലിക്കാരവിടെ ഉണ്ടായിരുന്നു. ദേ ഈവൻ ത്രറ്റൻ ടു ചോപ്പ് ഓഫ് അവർ ലെഗ്സ്. അവരെന്ത് ചെയ്തു? ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ചോപ്പ് ഓഫ്, കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ ലെഗ്സ്, ഞങ്ങളുടെ കാലുകൾ. ഇഫ് വി വെഞ്ചേർഡ് ഈവൻ എ സ്റ്റെപ്പ് അഹെഡ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പുറപ്പെട്ടാൽ, വെഞ്ചേർഡ് മീൻസ് പുറപ്പെടുക, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഞങ്ങളെ കാലുകൾ പോലും വെട്ടിയിടും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആ സുബ്ബയ്യ മണിയാണിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് അവർക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. All these scenes are part of the visuals of that documentary. ഇപ്പം നടന്ന ഈ സീനുകളെല്ലാം അവിടെ പോയി ഇവിടെ അച്യുതൻ മണിയാണോട് സംസാരിച്ചു, സുബ്ബയ്യ മണിയാളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് തടസ്സം നേരിട്ടു. ഇതെല്ലാം ആ ഒരു ഡോക്യുമെൻ്ററിയുടെ വിഷ്വൽസ് ആണ്. ഏത് ഡോക്യുമെൻ്ററിയുടെ? പാരഡൈസ് ഫോർ ദ ഡൈയിങ്, മരിക്കുന്നവരുടെ സ്വർഗം എന്ന ഒരു ഡോക്യുമെൻ്ററിയിലെ വിഷ്വൽസ്, അതിലെ കുറച്ച് ഭാഗങ്ങളാക്കി മാറ്റി. അച്യുതൻ മണിയാണീസ് റിവിലേഷൻ ഈസ് ദ പ്രൂഫ് ദാറ്റ് the endosulfan was buried in the നെഞ്ചമ്പറമ്പ്. ആ ഒരു നെഞ്ചമ്പറമ്പിൽ എൻഡോസൾഫാൻ ബറി ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അച്യുതൻ മണിയാണിയുടെ ആ ഒരു പ്രൂഫ് മാത്രമാണ്. This explain why such malformed children are born here even after the aerial spraying of endosulfan was stopped. ഇത് ഏറ്റവും വലിയ എവിഡൻസ് ആണ്, അല്ലെങ്കിൽ ഇത് ഏറ്റവും വലിയ തെളിവാണ്. മാൽഫോംഡ്, അബ്നോർമൽ ചിൽഡ്രൻ അല്ലേ, കഴുത്ത് നീണ്ട, തല വീർത്ത, അല്ലെങ്കിൽ
കാലുകളില്ലാത്ത, കണ്ണുകൾ താഴേക്ക് ചൂഴ്ന്നു പോയ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ എങ്ങനെ എൻഡോസൾഫാൻ സ്പ്രേയിങ് സ്റ്റോപ്പ് ചെയ്തിട്ടും 2000 അല്ലെങ്കിൽ 2000 എൻഡോസൾഫാൻ സ്പ്രേയിങ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും മാൽഫോംഡ് ചിൽഡ്രൻ ഈ ഒരു സ്ഥലങ്ങളിൽ, ഈ കാരഡുക്ക പഞ്ചായത്തിലും നെഞ്ചമ്പറമ്പിലും ഈ അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികൾ ജനിക്കാൻ കാരണം ഈ എക്സസ് ഓഫ് എൻഡോസൾഫാൻ ബറീഡ് ഇൻ ദ എർത്ത്, അല്ലേ, മണ്ണിൽ ഇത് കുഴിച്ചിട്ടത് മാത്രമാണ് ഇതിന് കാരണം. അതാണ് ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസ്. ദിസ് എക്സ്പ്ലെയിൻ വൈ സച്ച് മാൽഫോംഡ് ചിൽഡ്രൻ ആർ ബോൺ ഹിയർ ഈവൻ ആഫ്റ്റർ ഏരിയൽ സ്പ്രേയിങ് ഓഫ് എൻഡോസൾഫാൻ വാസ് സ്റ്റോപ്പ്ഡ്. ആകാശത്തേക്കുള്ള ആ ഒരു സ്പ്രേ ചെയ്യൽ, എൻഡോസൾഫാൻ്റെ ആ ഏരിയൽ ആകാശത്തേക്കുള്ള സ്പ്രേയിങ് നിർത്തിയിട്ടുണ്ട് െങ്കിലും ഇത് ഈ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ദ റെസിഡ്യൂ ഓഫ് എൻഡോസൾഫാൻ, വാട്ട് എൽസ്, അല്ലാതെ എന്ത്, ആ അനന്തരഫലം, അല്ലേ, ആ എൻഡോസൾഫാൻ്റെ അനന്തരഫലം, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയില്ല, റെസിഡ്യൂ, അതിൻ്റെ അനന്തരഫലമാണ് ഈ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. The vast Nenjambarambu lies at the heart of Minjipadavu mountain in Adur. At the top of the hill, the full breast of the earth, here lies Kerala Plantation Corporation Minjipadavu Estate. Standing here, one can see river Paishini flowing between the laterite hills to the northeast and the dense forest of the valleys. To enter Nenjambarambu, one has to wait at the closed checkpost for hours at length. More than 500 families live on the crest of the hill and the small villages in the valley. The vast Nenjambarambu lies at the heart of Minjipadavu mountain in Adur. വാസ്റ്റായ വിശാലമായ നെഞ്ചമ്പറമ്പ് ലൈസ് അറ്റ്, സ്ഥിതി ചെയ്യുന്നത്, ഹാർട്ട് ഓഫ് മിഞ്ചിപ്പടവ് മൗണ്ടെയിൻ ഇൻ അദൂർ, അടൂറിലെ മിഞ്ചിപ്പടവ് മൗണ്ടെയിൻ്റെ ഹാർട്ട്, ഹൃദയഭാഗത്താണ്. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ, ദ ഫുൾ ബ്രസ്റ്റ് ഓഫ് ദി എർത്ത്, ആ ഒരു ടോപ്പ് ഓഫ് ദ ഹില്ല് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നൊരു കുന്നാണ്, അവിടെ ഫുൾ ബ്രസ്റ്റ് ഓഫ് ദ എർത്ത് നമുക്ക് കാണാൻ പറ്റും. ഹിയർ ലൈസ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ മിഞ്ചിപ്പടവ് എസ്റ്റേറ്റ്, അവിടെയാണ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ മിഞ്ചിപ്പടവ് എസ്റ്റേറ്റ്, അദൂർ എസ്റ്റേറ്റ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാൻഡിങ് ഹിയർ വൺ ക്യാൻ സീ റിവർ പൈഷിനി ഫ്ലോയിങ് ബിറ്റ്വീൻ ദ ലാറ്ററൈറ്റ് ഹിൽസ് ടു ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദ വാലീസ്. ഈ ഒരു ഹില്ലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പൈഷിനി റിവർ, ആ ഒരു പൈഷിനി റിവർ ഒഴുകുന്നത് ബിറ്റ്വീൻ ലാറ്ററൈറ്റ് ഹിൽസ്, ആ ചുവന്ന മലയിലെ ഇടയിലൂടെ ടു ദ നോർത്ത് ഈസ്റ്റിലേക്കും ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദ വാലീസ്, കാട്ടിലെ ആ വാലിയിലേക്ക് ഒഴുകുന്നത് കാണാം. ടു എൻറ്റർ നെഞ്ചമ്പറമ്പ്, വൺ ഹാസ് ടു വെയിറ്റ് അറ്റ് ദ ക്ലോസ്ഡ് ചെക്ക് പോസ്റ്റ്, ഒരാൾക്ക് നെഞ്ചമ്പറമ്പിലേക്ക് പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റിൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യണം, ഹവേഴ്സ് വെയിറ്റ് ചെയ്യണം. അറ്റ് ലെങ്ത് മോർ ദാൻ 500 ഫാമിലീസ് ലിവ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് ദ ഹിൽ, 500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ക്രസ്റ്റ് ഓഫ് ദ ഹിൽ, ആ ഒരു പർവ്വത ശിഖരത്തിൽ. ആൻഡ് ദ സ്മാൾ വില്ലേജസ് ഇൻ ദ വാലി, അവിടെയുള്ള ചെറിയ വില്ലേജസിലും വാലിയിലെ വില്ലേജിൽ 500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. The huge cement tank in which endosulfan was prepared is situated in Nenjambarambu. This is also a landing place for helicopters. Around this, the pure water veins of Nenjambarambu, which flow clearly between the crevices of rocks. These fountains of water trickle in streams to the villages in the valley. They overflow over the topsoil and roads. Not far from here are the 2 man-made tunnels in Nenjambarambu. A tunnel is called Surangam in Kannada. In Malayalam it is Turangam. Enclosed by stone steps overlaid with leaves and foliage, embedded with the roots of huge trees, form these fountains of water. Streams flow to Bellur village in the left and on the right towards Adur village, which includes Kaitod.
The huge cement tank in which endosulfan was prepared is situated in നെഞ്ചമ്പറമ്പ്. ഒരു വലിയ സിമൻറ്റ് ടാങ്കിൽ എൻഡോസൾഫാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ഏറ്റവും വലിയൊരു സിമൻറ്റ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ആ നെഞ്ചമ്പറമ്പിലെ ആ ഹില്ലിലാണ്. നെഞ്ചമ്പറമ്പ് ഹില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു കുന്നിൽ തന്നെയാണ് എൻഡോസൾഫാൻ പ്രിപ്പയർ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്ന ആ ഒരു ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഹെലികോപ്റ്റേഴ്സ് വന്നിറങ്ങുന്ന സ്ഥലം ഇതാണ്. This is also a landing place for helicopters. ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യുന്ന സ്ഥലവും ഇത് തന്നെയാണ്. Around this the pure water veins of നെഞ്ചമ്പറമ്പ് which flows clearly between the crevices of rocks. Crevices of rock പറഞ്ഞാൽ പാറയിടുക്കുകൾ എന്ന് പറയില്ലേ, പാറൻ്റെ ഈ വിടവുകൾ. ക്രെവിക്സ് മീൻസ് വിടവുകൾ, ആ പാറയുടെ വിടവുകൾ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ പാറയിടുക്കുകളിൽ കൂടിയും മറ്റും വെള്ളവും ചെറു ചാലുകളും താഴ്വരയിലേക്ക് ഒഴുകുന്നുണ്ട്. വലിയ ഹില്ലി ഏരിയയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചെറിയ അരുവികളായിട്ട് ചെറിയ ചാലുകളിലൂടെ ഇങ്ങനെ ഒഴുകൂലേ, അതാണ് പറയുന്നത്. ആ ഒരു ഒഴുക്ക്, ഇപ്പോൾ ആ എൻഡോസൾഫാൻ മിക്സ് ചെയ്യുന്ന ആ ഒരു ടാങ്ക് ആ ഹില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഒഴുകുന്ന ആ പ്രദേശങ്ങൾ എത്രത്തോളം ചീത്തയായിരിക്കും, എത്രത്തോളം ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ അംശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എൻഡോസൾഫാൻ എവിടേക്കോ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയായാലും മുകളിൽ നിന്നും ഉള്ള ഒരു വെള്ളത്തിൽ, മുകളിൽ നിന്ന് ഈ എൻഡോസൾഫാൻ മിക്സ് ചെയ്യുന്ന ആ ടാങ്കിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഒരു ചെറിയ വാലി, ചെറിയ സ്ട്രീംസ് ഒഴുകുന്നത്. അതിലെങ്ങനെയായാലും എൻഡോസൾഫാൻ്റെ അംശം ഉണ്ടാവും. ഇത് ഏത് രീതിയിൽ ജനങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ അത് ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയാൻ പോകുന്നത് കേട്ടോ. Around this the pure water veins of നെഞ്ചമ്പറമ്പ് which flows clearly between the crevices of rocks. These fauns of water trickle in streams to the villages in the valley. ട്രിക്കിൾ മീൻസ് ഒലിച്ചിറങ്ങുക അല്ലേ. ഈ വില്ലേജിലേക്കും വാലിയിലുള്ള ഈ വില്ലേജുകളിലേക്ക് ചെറിയ സ്ട്രീമുകളായിട്ട് ഫൗണ്ട്സ് ഓഫ് വാട്ടർ ട്രിക്കിൾ ഒലിച്ചിറങ്ങുന്നു. ഈ വെള്ളത്തിൻ്റെ ചാലുകൾ ട്രിക്കിൾ ഒലിച്ചിറങ്ങുന്നു. ഇൻ സ്ട്രീംസ് ടു ദ വില്ലേജസ് ഇൻ ദ വാലി. ദി ഓവർഫ്ലോ ഓവർ ദ ടോപ്പ് സോയിൽ ആൻഡ് ദ റോഡ്സ്. അത് റോഡിലൂടെയും ടോപ്പ് സോയിൽ മീൻസ് മേൽമണ്ണിലൂടെയും ഒലിച്ചിറങ്ങുന്നു. നോട്ട് ഫാർ ഫ്രം ഹിയർ ആർ ദ 2 മാൻമെയ്ഡ് ടണൽസ് ഇൻ നെഞ്ചമ്പറമ്പ്. 2 മനുഷ്യനിർമ്മിതമായ ടണൽസ് ഉണ്ട് നെഞ്ചമ്പറമ്പിൽ. അതിന് സുരംഗം എന്ന് കന്നഡയിൽ പറയും, അല്ലെങ്കിൽ തുരങ്കം. 2 തുരങ്കങ്ങൾ, ടണൽസ് ഉണ്ട് നെഞ്ചമ്പറമ്പിൽ. അതിലേക്കും ഈ വാട്ടർ പോകുന്നുണ്ട്. എൻക്ലോസ്ഡ് ബൈ സ്റ്റോൺ സ്റ്റെപ്സ് ഓവർലെയ്ഡ് വിത്ത് ലീവ്സ് ആൻഡ് ഫോളിയേജ് എംബഡഡ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹ്യൂജ് ട്രീസ് ഫോം ദീസ് ഫൗണ്ടെയിൻസ് ഓഫ് വാട്ടർ സ്ട്രീംസ് ഫ്ലോ ടു ബെല്ലൂർ വില്ലേജ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടുവാർഡ്സ് അടൂർ വില്ലേജ് വിച്ച് ഇൻക്ലൂഡ്സ് കൈത്തോട്. എൻക്ലോസ്ഡ് ബൈ സ്റ്റോൺ സ്റ്റെപ്പ് ഓവർലേഡ് വിത്ത് ലീവ്സ്. ആ ഒരു വെള്ളം ഒഴുകി വരുന്ന ആ ടണലിൽ നിറയെ ലീവ്സ്, ഫോളിയേജ് ഒക്കെ ഉണ്ട്. ഫോളിയേജ് പറഞ്ഞാൽ ലീഫ് തന്നെ, ചെറിയ പ്ലാന്റുകളൊക്കെ. എംബഡഡ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹ്യൂജ് ട്രീസ്. വലിയ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് നിൽക്കുന്നത് കാണാറില്ല, അതുപോലെ ട്രീസ്, മരങ്ങളുണ്ട്. ഫോം ദീസ് ഫൗണ്ടെയിൻസ് ഓഫ് വാട്ടർ സ്ട്രീംസ് ഫ്ലോ ടു അവിടുന്ന് വരുന്ന വെള്ളം എവിടേക്കാണ് ഒഴുകുന്നത് നോക്കൂ, വെല്ലൂർ വില്ലേജിലേക്ക്. ലെഫ്റ്റിലേക്ക് ഒഴുകുന്നുണ്ട്, റൈറ്റിലേക്കും ഒഴുകുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് ഒഴുകുന്നത് ബെല്ലൂർ വില്ലേജിലേക്കും റൈറ്റിലേക്ക് ഒഴുകുന്നത് അടൂർ വില്ലേജിലേക്കുമാണ്. അടൂർ വില്ലേജിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. അടൂർ വില്ലേജിലെ സ്ത്രീകളാണ് ഈ ഒരു ലെറ്റർ ഞങ്ങൾക്ക് ഇങ്ങനെയും നമ്മുടെ നാരായണും മമ്മത ഒക്കെ ഈ ഒരു അടൂർ വില്ലേജിലുള്ളവരാണ്. അവർ എൻഡോസൾഫാൻ അടിമയാണ്. അതുപോലെ തന്നെ ബെല്ലൂർ വില്ലേജിലും ഉള്ള ആളുകളും കണ്ടോ. ഓൾസോ ടീംസ് വിത്ത് എൻഡോസൾഫാൻ വിക്ടിംസ്. ടീംസ് വിത്ത് പറഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് എൻഡോസൾഫാൻ വിക്ടിംസ് ബെല്ലൂർ വില്ലേജിലും ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഈ ഒരു വാലി ഒഴുകുന്നത് അടൂർ വില്ലേജിലേക്കാണ്. വിച്ച് ഇൻക്ലൂഡ്സ് കൈത്തോട്. അടൂർ വില്ലേജിനാണ് നമ്മുടെ കൈത്തോട്. അവിടേക്കാണ് ഒരു ഭാഗത്തേക്ക് ഈ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കും വെള്ളം ഒഴുകുന്നത് എവിടെ നിന്നാണ്? ആ ഒരു നെഞ്ചമ്പറമ്പിൽ ആ ഹില്ലി ഏരിയയിൽ നിന്നും. ആ ഒരു വാട്ടർ ടാങ്ക്, എൻഡോസൾഫാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച വാട്ടർ ടാങ്ക് ഉള്ള സ്ഥലത്തൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അവിടുന്ന് 2 വാലിയിലേക്കും വെള്ളം വരുന്നുണ്ട്. ആ ഒരു വെള്ളം അവർ കുടിക്കാനും കുളിക്കാനും എല്ലാ കാര്യത്തിനും ഈ ഒരു വില്ലേജിലുള്ള ആളുകൾ ഈ വെള്ളമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ എൻഡോസൾഫാൻ വിക്ടിം ആയത്. നമുക്ക് നോക്കാം.
Organic farmers laid out this natural pond in order to preserve the virginity of the soil. The water that accumulates in these tunnels quenches the thirst of the villagers in the valley during the scorching summer. The villagers testify that the remaining endosulfan was buried somewhere in the depth of the streams flowing between the tanks and the underground tunnels. Organic farmers laid out this natural pond in order to preserve the virginity of the soil. ജൈവവളം ഉപയോഗിക്കുന്ന ഫാർമേഴ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, നാച്ചുറലായിട്ട് പോണ്ട് 2 ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ, പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ഓർഡർ ടു പ്രിസർവ് ദ വെർജിനിറ്റി ഓഫ് ദ സോയിൽ. വാട്ടറിൻ്റെ വെർജിനിറ്റി എന്ന കന്യകത്വം എന്നാണ് ഇവിടെ. സോയിലിൻ്റെ വെർജിനിറ്റി അല്ല, പ്യൂരിറ്റി. ഒരു സോയിലിൻ്റെ പ്യൂരിറ്റി പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, നാച്ചുറലായിട്ട് പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദ വാട്ടർ ദാറ്റ് അക്യുമുലേറ്റ് ഇൻ ദീസ് ടണൽസ്, ഈ മാൻമെയ്ഡ് ടണൽസ് 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വെള്ളം നെഞ്ചമ്പറമ്പിന് ആ ഹില്ലിലൂടെ ഒഴുകുന്നുണ്ട്, മാൻമെയ്ഡ് ടണൽസും ഉണ്ട്. ആ മാൻമെയ്ഡ് ടണൽസിലുള്ള വെള്ളം അതിലേക്കും ഈ നെഞ്ചമ്പറമ്പിലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടണൽസ് നിന്നാണ് quenches the thirst of the villagers in the valley during scorching winter. ആ ഒരു നല്ല വെരി ഹോട്ട്, സ്ക്രോച്ചിങ് ആണ് വെരി ഹോട്ടായിട്ടുള്ള ഒരു കാലത്ത്, സമ്മർ സീസണിൽ നല്ല ചൂടുള്ള കാലങ്ങളിൽ ഈ ഒരു ടണലിലെ വെള്ളമാണ് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ക്വെഞ്ചസ് പറഞ്ഞാൽ ഫിനിഷസ്, ദാഹം തീർക്കുന്നത്. ടണൽസ് ക്വെഞ്ചസ് ദ തേഴ്സ്റ്റ് ഓഫ് ദ വില്ലേജ് ഇൻ ദ വാലി ഡ്യൂറിങ് ദ സ്ക്രോച്ചിങ് സമ്മർ. നോക്കൂ, ദ വാട്ടർ അക്യുമുലേറ്റ് ഇൻ ദീസ് ടണൽസ്, ഈ ടണലിൽ ഒരുമിച്ച് കൂടുന്ന വെള്ളം, 2 ടണൽസ് ഉണ്ടാക്കി വെച്ചതാണ്. അതിലേക്ക് നെഞ്ചമ്പറമ്പിൻ്റെ മുകളിൽ ആ ഹില്ലിൽ നിന്നും വെള്ളം 2 ഭാഗത്തേക്ക് ഒഴുകുന്ന കൂട്ടത്തിൽ ഈ ടണലിലേക്കും വെള്ളം എത്തുന്നുണ്ട്. ഈ ടണലിലുള്ള വെള്ളമാണ് quenches the thirst of the villagers in the valley, ആ വാലിയിൽ ജീവിക്കുന്നവരുടെ ദാഹം ശമിപ്പിക്കുന്നത്. ഡ്യൂറിങ് ദ സ്ക്രോച്ചിങ് വിൻ്റർ, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ. ദ വില്ലേജേഴ്സ് ടെസ്റ്റിഫൈ ദാറ്റ് ദ റിമൈനിങ് endosulfan was buried somewhere in the depth of the streams following between the tanks and the underground tunnels. Villagers പറഞ്ഞത് എന്താണ്, the remaining endosulfan was buried somewhere in the depth. ആ ബാക്കി വരുന്ന എക്സസ് ഓഫ് എൻഡോസൾഫാന് എല്ലാം ടാങ്കിനും ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾക്കും ഇടയിലുള്ള ചാലുകളുടെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് അവിടെയുള്ള ഗ്രാമീണർ സാക്ഷ്യം പറയുന്നത്. വില്ലേജേഴ്സ് ടെസ്റ്റിഫൈ ചെയ്യുന്നു, അവർ സാക്ഷ്യം പറയുന്നില്ലേ, അനുഭവ സാക്ഷ്യം ഓർക്കുന്നുണ്ടല്ലോ. ദ വില്ലേജേഴ്സ് ടെസ്റ്റിഫൈ, അവരുടെ അനുഭവ സാക്ഷ്യം പറയുന്നത് ദാറ്റ് ദ റിമൈനിങ് എൻഡോസൾഫാൻ, ദ എക്സസ് ഓഫ് എൻഡോസൾഫാൻ, ബാക്കി വരുന്ന എൻഡോസൾഫാൻ വാസ് ബറീഡ്, അത് കുഴിച്ചിട്ടു സംവെയർ ഇൻ ദ ഡെപ്ത് ഓഫ് ദ സ്ട്രീംസ്, ഭൂമിയിലെ മേലെ കൂടെ ഒഴുകുന്ന അരുവികൾക്കടിയിലോ, ബിറ്റ്വീൻ ദ ടാങ്ക്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ടണൽസ്, ആ ടണൽസിൻ്റെയും ടാങ്കിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് ഇതൊക്കെ കുഴിച്ചിട്ടത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഗ്രാമീണർ പറയുന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സുപ്രീം കോർട്ടിലേക്ക് ഒരു